everyone, welcome to Bosco Campus Vision. This is Amrita T.S., Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. In this session, I am dealing with the system school, one of the most prominent theories in management today. Systems theory treats an organization as a system. A system can be either closed or open, but most approaches treat an organization as an open system. An open system interacts with its environment by way of inputs, throughputs and outputs. വളരെ റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അതായത് മോഡേൺ അപ്രോച്ചസിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് സിസ്റ്റം സ്കൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സിസ്റ്റം സ്കൂൾ തിയറി അനുസരിച്ച് ഒരു ഓർഗനൈസേഷനെ സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരുപാട് സിസ്റ്റംസ് അറിയാം അല്ലേ? നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റം അറിയാം, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ചെറിയ ചെറിയ കമ്പോണൻസ് ഉണ്ടാവും, അതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നു അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഈ സിസ്റ്റം തിയറിയിൽ ഒരു ഓർഗനൈസേഷനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാണ്. ഈ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോസ്ഡ് സിസ്റ്റവും ഉണ്ട്, ഓപ്പൺ സിസ്റ്റവും ഉണ്ട്. ഇപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് പുറത്തെ എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാകത്തില്ല. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ്, അതായത് എൻവയോൺമെൻറ്റുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയും. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കും, എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷനെ ഒരു ഓപ്പൺ സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഇപ്പം നമുക്കറിയാം ഓർഗനൈസേഷന് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ ഓർഗനൈസേഷന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കസ്റ്റമേഴ്സ് എക്സ്റ്റേണലാണ്, സപ്ലയേഴ്സ് എക്സ്റ്റേണലാണ്, അതുപോലെ ഒരുപാട് മാർക്കറ്റ് എക്സ്റ്റേണലാണ്. ഒരുപാട് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാതെ ഓർഗനൈസേഷന് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പറയാം ഓർഗനൈസേഷൻ എന്താണ്? ഒരു ഓപ്പൺ സിസ്റ്റമാണ്. അപ്പോൾ ഈ തിയറി അനുസരിച്ച് ഓർഗനൈസേഷൻ ഒരു ഓപ്പൺ സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. This school is of recent origin, having developed in the later 1960s. It is an integrated approach which considers management in its totality based on empirical data. System school approach ഡെവലപ്പ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു, മോഡേൺ അപ്രോച്ചസിൽ വരുന്നതാണ് ഏത്? സിസ്റ്റം സ്കൂൾ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റർ 1960s ആ ഒരു കാലഘട്ടത്തിലാണ് സിസ്റ്റം സ്കൂൾ അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ തിയറി അനുസരിച്ച്, ഈ സിസ്റ്റം സ്കൂൾ അപ്രോച്ച് അനുസരിച്ച് മാനേജ്മെൻറ്റിനെ എല്ലാ എലമെൻറ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി, മാനേജ്മെൻറ്റിൽ അതിൻ്റെ എല്ലാ എലമെൻറ്റ്സും, ഈച്ച് ആൻഡ് എവറിത്തിങ്, മാനേജ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ കമ്പോണൻസിനെയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, attention must be paid to the overall effectiveness of a subsystem in isolation from the other subsystems. The main emphasis is on the interdependence and interrelatedness of the various subsystems from the point of view of the effectiveness of a large system. അപ്പോൾ ഈ അപ്രോച്ച് അനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനെ ഒരു സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരുപാട് സബ് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ മൊത്തത്തിൽ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ സബ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ്, HR, മാർക്കറ്റിംഗ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സബ് സിസ്റ്റം ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ സിസ്റ്റം സ്കൂൾ അപ്രോച്ച് അനുസരിച്ച് ഓരോ സബ് സിസ്റ്റത്തിനുമാണ് എംഫസൈസ് കൊടുക്കുന്നത്. അതായത് ഓരോ സബ് സിസ്റ്റംസും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യും. ഇപ്പം നമ്മളൊരു കോളേജ് എടുക്കുകയാണ്, കോളേജ് മൊത്തത്തിലൊരു ഓർഗനൈസേഷൻ, അതിൻ്റെ സബ് സിസ്റ്റംസ് ആയിട്ട് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ എടുക്കാം. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ,
BCom ടാക്സേഷൻ, BCA, BBA, BA. എന്നിട്ട് നമ്മൾ എംഫസൈസ് ചെയ്യണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ, ഓരോ ബാച്ച് കുട്ടികളെയും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ പ്രയത്നിക്കുകയാണ്. അപ്പോൾ ഓരോ സബ് സിസ്റ്റത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴത്തേക്കും എൻ്റയർ കോളേജ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതുപോലെയാണ് ഈ സിസ്റ്റം അപ്രോച്ച്. ഒരു ഓർഗനൈസേഷനെ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു, അതിനകത്തുള്ള ഓരോ എലമെൻസിനെയും സബ് സിസ്റ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് ഈ ഓരോ സബ് സിസ്റ്റംസിനും എന്ത് കൊടുക്കുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഓരോ സബ് സിസ്റ്റംസിനെ എംഫസൈസ് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ എഫക്റ്റീവ്നെസ് കൂടും, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യും. അപ്പം ഏറ്റവും അവസാനം എന്ത് സംഭവിക്കും, ഓർഗനൈസേഷനിലെ എല്ലാ സബ് സിസ്റ്റംസും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യും. അങ്ങനെ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സിസ്റ്റം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യും. Its essential features are as follows. അതായത് ഈ സിസ്റ്റം സ്കൂളിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 1 ഈസ് എ സിസ്റ്റം ഹാസ് എ നമ്പർ ഓഫ് സബ് സിസ്റ്റംസ് ഓർ പാർട്സ് ആൻഡ് സബ് പാർട്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓർഗനൈസേഷനെ ഒരു ലാർജ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ് സിസ്റ്റംസ് അല്ലെങ്കിൽ പാർട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നു. ഒരു സിസ്റ്റം അപ്രോച്ചിനകത്ത് ഒരു ലാർജ് സിസ്റ്റം ഉണ്ടായിരിക്കും. ആ സിസ്റ്റത്തിന് എന്തുണ്ടായിരിക്കും, നമ്പർ ഓഫ് സബ് സിസ്റ്റംസും പാർട്സും സബ് പാർട്സും ഉണ്ടായിരിക്കും. Second one is all the subsystems, parts and subparts are mutually related to each other. A change in one part will affect the changes in other parts. ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷനിൽ ഓരോ സബ് പാർട്സ് ആയിട്ട് തിരിക്കുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിക്കുന്നു. ഇപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ പോലും എന്താകും, ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് ഇല്ല. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ നന്നായിട്ട് ഫങ്ഷൻ ചെയ്തിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഇല്ല. അപ്പോൾ ഒരു സബ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പാർട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ, ഒരു പാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റു പാർട്ടുകളെ എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. മ്യൂച്വലി റിലേറ്റഡ് ആണ് ഓരോ പാർട്സ് അല്ലെങ്കിൽ ഓരോ സബ് സിസ്റ്റംസും. എന്താണ്, മ്യൂച്വലി റിലേറ്റഡ് ആണ്. ഒരെണ്ണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി മറ്റുള്ളതിനെ എഫക്റ്റ് ചെയ്യും. The systems approach emphasizes on the study of the various parts in their interrelationships rather than in isolation from each other. സിസ്റ്റംസ് അപ്രോച്ച് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലാർജ് സിസ്റ്റത്തിനെ സബ് പാർട്സ് ആയിട്ട് തിരിക്കുന്നുണ്ട്, പക്ഷേ ഓരോ സബ് പാർട്സിനെ എടുത്ത് മാറ്റി നിർത്തിയല്ല ഈ പഠനം നടക്കുന്നത്. അല്ലെങ്കിൽ ഓരോ സബ് പാർട്സിനെ മാറ്റി നിർത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ. ഇപ്പോൾ നമ്മളിപ്പം ഓർഗനൈസേഷനിലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ അങ്ങോട്ട് മാറ്റി നിർത്തി അവർ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നു, എന്തെങ്കിലും കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ ഓരോ സബ് പാർട്സുകളും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുകയും വേണം. ആ സബ് പാർട്സുകൾ തമ്മിൽ എന്ത് വേണം, ഇൻ്റർ റിലേഷൻഷിപ്പ് വേണം. ഐസൊലേറ്റഡ് ആയിട്ട് നിന്നിട്ട് കാര്യമുണ്ടോ, അതായത് അവർ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമുണ്ടോ, ഒറ്റയ്ക്ക് നിന്ന് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇല്ല. ഈ പറയുന്ന എല്ലാ സബ് പാർട്സും തമ്മിൽ എന്ത് വേണം, ഇൻ്റർ റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ സിസ്റ്റംസ് അപ്രോച്ച് പ്രാധാന്യം കൊടുക്കുന്ന അതിനാണ്. ഓരോ സബ് പാർട്സും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുകയും വേണം. ഇത് തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഐസൊലേറ്റഡ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല, അവർ തമ്മിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ലാർജ് സിസ്റ്റത്തിന് എന്തുള്ളൂ, എഫക്റ്റീവ്നെസ് ഉണ്ടാവുകയുള്ളൂ. Next is the system's approach to management brings out the complexity of a real life management problem much more sharply than any of the other approaches. മറ്റ് മാനേജ്മെൻറ്റ് അപ്രോച്ചസുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ സിസ്റ്റം അപ്രോച്ചസിന് മാനേജ്മെൻറ്റിലെ പ്രശ്നങ്ങൾ, അതായത് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന അതേ കോംപ്ലക്സിറ്റിയോടുകൂടി പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് മറ്റ് അപ്രോച്ചസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നുണ്ട് ഏത് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്. അതായത് മറ്റുള്ളവർ ഈ പറയുന്ന മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് യാഥാസ്ഥിതികതയോട്, അതായത് റിയൽ ലൈഫിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നുണ്ട് സിസ്റ്റം അപ്രോച്ച്. ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ബൈ എനി അതർ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. സിസ്റ്റം അപ്രോച്ച് അല്ലെങ്കിൽ ഈ സിസ്റ്റം സ്കൂൾ എന്ന് പറയുന്നത് മറ്റേത് മാനേജ്മെൻറ്റ് തോട്ട്സിനോടും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കൂട്ടിച്ചേർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ മറ്റേത് മാനേജ്മെൻറ്റ് തോട്ട്സിനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. The boundary of a system may be classified into two parts. Number 1 is closed system.
that has no environment. This part implies that no outside systems are to be considered. Second one is open system that has an environment. This part implies that it possesses systems with which it relates, exchanges and communicates. ഒരു സിസ്റ്റത്തിൻ്റെ ബൗണ്ടറിയെ രണ്ട് പാർട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പം ഞാനിത് ആദ്യമേ പറഞ്ഞു, ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെൻറ്റുമായിട്ട്, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഉണ്ടായിരിക്കത്തില്ല. ഒരു ഔട്ട്സൈഡ് സിസ്റ്റവുമായിട്ടും ഒരു രീതിയിലുള്ള കണക്ഷനോ ഇൻ്റർലിങ്കോ ഉണ്ടാകത്തില്ല. ഔട്ട്സൈഡ് സിസ്റ്റത്തിനെ ഈ പറയുന്ന ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യത്തത് പോലുമില്ല. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കും. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുമായിട്ട് അവർക്ക് റിലേഷൻ ഉണ്ടാവും, എക്സ്ചേഞ്ചസ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു സിസ്റ്റത്തിന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മളതിനെ ഓപ്പൺ സിസ്റ്റം എന്ന് പറയും. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലെ ഒരു എലമെൻറ്റ്സും അവർ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളതിനെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയും. Okay students, this is all for this session. Thank you for watching.